ഇന്നത്തെ ക്ലാസ് ഡെസിമലിൻ്റെ പാർട്ട് 7 ആണ് കേട്ടോ. പാർട്ട് 10 ആണ്. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നലെ നിങ്ങൾക്ക് ടെസ്റ്റ് തന്നില്ലേ, ആ ക്വസ്റ്റ്യനാണ്. ദ വാല്യൂ ഓഫ് 6.97 ഇൻറ്റു 0.093 വിൽ ബി. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഈ പോയിൻ്റൊക്കെ മറക്കുക, ജസ്റ്റ് നമ്പർ മാത്രം എടുക്കുക. 697ഉം 93യും എടുക്കുക. എടുത്തിട്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. 7 3s are എത്രയാണ് ദയ? 7 3s are 21. 1 ഇവിടെ 2 ഇവിടെ. 9 3s are 27. പ്ലസ് 2 29. 2 ഇവിടെ. 6 3s are 6 3s are 18. 18. 18 പ്ലസ് 2 20. ഇനി ഇവിടെ ഒരു ഡാഷ് ഇട്ടു. അവന്തിക 9 7s are അവന്തിക 9 7s are 63. 63. ഇവിടെ 6 ഇട്ടു, ഇവിടെ 6 ഇട്ടു, ഇവിടെ 3 ഇട്ടു. 9 9s are 81. പ്ലസ് 6 89. 81 plus 6 80. 7 87. 6 9s are 54. plus 8 62. അടിച്ചു. ഇതൊന്ന് പ്ലസ് ചെയ്യ് കിഷാൻ. ലാസ്റ്റ് ഡിജിറ്റ് റൈറ്റ് എന്ന് പറയേ കിഷാൻ. 1 പിന്നെ 9 പ്ലസ് 9നെയും 3നെയും ആഡ് ചെയ്ത് പറയൂ. 12ന്റെ 2 ഇവിടെ 1 ക്യാരി ആവും. പിന്നെ 1 പ്ലസ് 7 8. 2 പ്ലസ് 2 4. ഇവിടെ 6. 6. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ 6.97 മാം, ഈ ആൻസറാണ് എനിക്കും കിട്ടിയത്. പക്ഷെ അതിൽ 0.7 0.8 അങ്ങനെയൊക്കെയാണുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ പോയിൻ്റ് നോക്കുക. ഈ പോയിൻ്റ് ഇവിടെ 2 ഡിജിറ്റും ഇവിടെ 3 ഡിജിറ്റും മൊത്തത്തിൽ 6 ഡിജിറ്റാണ് വരുന്നത്. 5 ഡിജിറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി. ഇനി 0.64821 ഞാൻ ഇതിന് മുന്നിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇവിടെ ഓപ്ഷൻ പക്ഷേ 0.7 0.8 0.7.0 8.0 ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ പോയിൻ്റ് ശേഷം ഏത് ഡിജിറ്റാണ് ഉള്ളത്? 6. ഇതിൻ്റെ നിയറസ്റ്റ് നമ്പർ ഇത് റൗണ്ട് ആക്കി കഴിഞ്ഞാൽ നിയറസ്റ്റ് നമ്പർ എന്ത് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.7 വരും. അങ്ങനെ ആൻസർ 0.7. മാം, ഈ വട്ടൂട്ട മുതലൊന്ന് പറയുമോ? അപ്പോൾ നമുക്ക് പോയിൻ്റ് ശേഷം 6 4 8 2 1 എന്നാണ് വരുന്നത്. ഇതിൻ്റെ അടുത്ത് വരുന്ന റൗണ്ടായ നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ 0.7000 അല്ലേ? അപ്രോക്സിമേറ്റ് ആയിട്ട് നോക്കുമ്പോൾ ബാക്കിയുള്ളത് 0.8000. അതാണ് ഈ ഓപ്ഷൻ. പിന്നെ ഇനിയൊരു ഓപ്ഷൻ 7 പോയിൻറ്റ്. എന്നാലും 7 പോയിൻറ്റ് വരില്ല. ഇവിടെ 0 തന്നെ വരുള്ളൂ. പോയിൻ്റ് മുന്നിൽ 0 മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇതും വരില്ല, ഇതും വരില്ല. അപ്പോൾ ഇതിന് നിയറസ്റ്റ് ആയിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ലേ. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കാം 0.5678. അപ്പം ഇതിൻ്റെ ആൻസർ ഇങ്ങനെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഓപ്ഷനിൽ ഏതാണ് ചൂസ് ചെയ്യുക?
ഈ 3 ഓപ്ഷനിൽ ഏതാ ചൂസ് ചെയ്യുക? 0.6. യെസ്, കറക്റ്റ്, 0.6. ഇനി ഇങ്ങനെ വന്നാലോ, 1.9 എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? 0.9. ഈ 3 ആൻസറിൽ ഏതാ? 3 ആണോ 2 ആണോ? 5. നോ, 3. 3 അല്ല, 1.9. നെക്സ്റ്റ് നമ്പർ വരുന്നത് 2 അല്ലേ? 2. ആ, ഇതിനെ റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ ആൻസർ. ഇത്രയേ ഉള്ളൂ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ പ്രോഡക്റ്റ്. വേറൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ 1 ശേഷം ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ മറന്നതാ. പോയിന്റ് ശേഷം ഇവിടെ വരുന്ന നമ്പർ 5 അല്ലെങ്കിൽ അതിൻ്റെ എബോവോ ആണ് എങ്കിൽ നമുക്ക് അതിനെ 6 ആക്കി എഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5405 എന്നുണ്ടെന്ന് വെച്ചോളൂ. ഇപ്പോൾ നമ്മൾ അതിനെങ്ങനെ എഴുതാം? ഇവിടെ 5ഓ 5ൻ്റെ എബോവോ വന്നു കഴിഞ്ഞാൽ അതിനെ തനിച്ച് നമ്മൾ ഈ ഡിജിറ്റ് ഒന്നും എഴുതാതെ എഴുതണമെങ്കിൽ 1.6 റൗണ്ട് ആക്കി എഴുതാം. മനസ്സിലായ? അതേ നിങ്ങൾക്ക് 1.879 എന്ന് തന്നിട്ടുണ്ട്. ഇതിനെ റൗണ്ട് ആക്കണം, സിംഗിൾ ഡിജിറ്റിൽ റൗണ്ട് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡിജിറ്റ് പോയിന്റ് അടുത്ത് തന്നിരിക്കുന്ന ഡിജിറ്റ് നമുക്ക് 5 ഇല്ലെങ്കിൽ 5ൻ്റെ എബോ ആണെങ്കിൽ ഇത് തൊട്ടടുത്ത നമ്പറിനെ ഇതിൻ്റെ കൂടെ പോയിന്റ് ഈ സൈഡ് വരുന്ന നമ്പർ ലെഫ്റ്റ് സൈഡ് വരുന്നതിനെ +1 ആക്കാൻ സാധിക്കും. അങ്ങനെ 2 എന്ന് ആൻസർ ചെയ്യാം. സോ ഞാൻ കുറച്ച് നമ്പേഴ്സ് ഇവിടെ എഴുതുകയാണ്, റൗണ്ട് ആക്കി നിങ്ങൾ പറയട്ടാ. ഒന്ന് മ്യൂട്ടാക്കുക, ആരും അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്, ഒന്ന് മ്യൂട്ടാക്കും. റൗണ്ട് ആക്കി നിങ്ങൾ പറയണം. റൗണ്ട് ആക്കി പറയൂ. ഫസ്റ്റിൻ്റെ ആൻസർ എന്തായിരിക്കും? സിംഗിൾ ഡിജിറ്റിൽ പറയണം. 1. അല്ല, ഇവിടെ 9 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് 5ൻ്റെ മേലത്തെ നമ്പറാണ് 9 എന്ന് പറയണത്. അപ്പോൾ ഇവിടെ 1നെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 2ൻ്റെ കൂടെ 1നെ ആഡ് ചെയ്യുമ്പോൾ 3 മാറും. ഇത് പോയിൻ്റ് അടുത്ത്, ഈ പോയിന്റിന് മാത്രം നമുക്ക് റൗണ്ട് ആക്കണമെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ 9നെ 1 കൂട്ടി എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ 10 എന്ന് വന്നിട്ടുണ്ടാവും അല്ലേ? 10 എന്ന് വന്നു വെച്ചാൽ വിച്ച് മീൻസ് എന്താണ്? ഇവിടെ +1നെ ആഡ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഇപ്പോൾ ഒന്നുകൂടി പറയാം. ഇതിനെങ്ങനെ എഴുതാം? 2 + 0.9878 എന്നല്ലേ എഴുതുക. ഇതിനെ ആഡ് ചെയ്യുമ്പോൾ എന്താവും? ഇതിനെ ആഡ് ചെയ്യുമ്പോൾ എന്താവും? ഇത് റൗണ്ട് ആക്കുമ്പോൾ നെക്സ്റ്റ് നമ്പർ 1 ആവും അല്ലേ? 10 ആവും. അപ്പോൾ അത് 1.0 എന്നാവും. ഇത് മാത്രം 2.0 1.0 3 ആണ് ആൻസർ. ഇത് ഇനി ഇവിടെ ഈ നമ്പർ ശ്രദ്ധിക്കുക. സിംഗിൾ ഡിജിറ്റിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞത് ഞാൻ. ഇവിടെ 5 ആണ്. 5ഓ 5ൻ്റെ എബോ ആണെങ്കിൽ തൊട്ടടുത്ത നമ്പറിനെ ഈ പോയിൻ്റ് ലെഫ്റ്റ് സൈഡിൽ വരുന്ന നമ്പറിൻ്റെ കൂടെ 1നെ ആഡ് ചെയ്യാം. ഇത് 2. ഇവിടെ 3.45. ഇതെന്തായി? നമുക്ക് 5ൻ്റെ താഴെയാണ്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് റൗണ്ട് ആക്കി കഴിഞ്ഞാൽ 3 ആണ് വരിക. 4 എഴുതാൻ പാടില്ല. ഇനി 6.75. ഇവിടെ 7 പോയിൻ്റ് ശേഷം എന്തുണ്ട്? 7 ഉണ്ട്. ഇത് 5നേക്കാളും വലുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 6ൻ്റെ കൂടെ 1നെ ആഡ് ചെയ്യാം. 7. ക്ലിയർ ആണോ പിള്ളേരെ? The product of 0.2 കിഷാൻ ചിലതിൽ ക്വസ്റ്റ്യനിൽ 26 എത്രയായിരുന്നു ഒരു ക്വസ്റ്റ്യൻ 23.25 നീ 230.25 എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആണ് ആൻസർ തെറ്റിയത്. നീ ക്വസ്റ്റ്യൻ ഇതിൽ നമ്പർ മാത്രമേ എടുക്കുക. പോയിന്റിനെ 1 മിനിറ്റ് മറക്കുക. എന്നിട്ട് ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. സോ 2 × 2 × 2
2 2s are 4, 4 2s are 8 എഴുതി. 8 എഴുതിയതിന് ശേഷം ഇവിടെ പോയിൻ്റ് ശേഷം ഒരു ഡിജിറ്റ്, ഇവിടെ 2, ഇവിടെ 3. 1 + 2 + 3 6 ഡിജിറ്റ് വരണം പോയിൻ്റ് ശേഷം. സോ 1 ഓൾറെഡി ഉണ്ട്. 2 3 4 5 6 പോയിൻ്റ് വെച്ചു, 0 വെച്ചു. ബാക്കിയൊക്കെ 0 വെച്ച് ആഡ് ചെയ്യണം. ആൻസർ ഓപ്ഷൻ 4 ആയിരുന്നു. ഓക്കെ, ഓപ്ഷൻ 4 ആയിരുന്നു ആൻസർ. നെക്സ്റ്റ് which of the following simplification is equal to 1? Which of the following simplification is equal to 1? ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് അവർ തന്നിട്ടുള്ളത് 0.304 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 304 ഇൻറ്റു 2. നമ്മളെങ്ങനെ എഴുതാം? 304 ഡിവൈഡഡ് ബൈ 304 ഡിവൈഡഡ് ബൈ പോയിൻ്റ് ശേഷം 3 ഡിജിറ്റാണ്. സോ 1ൻ്റെ ശേഷം 3 സൈഫർ ചേർത്തിക്കോളൂ. ഡിവൈഡഡ് ബൈ 304 ഇൻറ്റു 2 ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ 304 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു ഇതിനെ ഉൾട്ട, ഇതിൻ്റെ താഴെ ഒന്നുമില്ലെങ്കിൽ 1 എന്നാണ് അർത്ഥം. സോ ഇതിനെ ഉൾട്ടാക്കണം. സോ 1/304 ഇൻറ്റു 2 20 ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 304ഉം ഈ 304ഉം ഇറ്റ് ക്യാൻസൽ. ഇത് ന്യൂമറേറ്ററിലുണ്ട്, ഇത് ഡിനോമിനേറ്ററിലുണ്ട്. ഇടയ്ക്ക് മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് കാരണമാണ് നമ്മൾ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്യുന്നത്. 304 ഒരു തവണയുണ്ട്, 2 20 10 തവണയുണ്ട്. സോ ആൻസർ 10 × 1 10 ഡിവൈഡഡ് ബൈ 1000. ഈ സൈഫറും ക്യാൻസലായി. സോ 1/100നെ ഡെസിമലിൽ പറയണമെങ്കിൽ എങ്ങനെ പറയും നിങ്ങൾ? 1/100നെ ഡെസിമലിൽ പറയണമെങ്കിൽ എങ്ങനെ പറയണം? 0.01. യെസ്, കറക്റ്റ്. നമ്മളുടെ ആൻസർ എന്ത് വരണം? 1 ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ 0.01 വന്നത് കാരണം ഇതല്ല നമ്മളുടെ ഓപ്ഷൻ. സോ രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുന്നു. 0.304 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 304 ഇൻറ്റു 2. വീണ്ടും 0.304നെ എങ്ങനെ എഴുതാം? 304 ഡിവൈഡഡ് ബൈ 1000 എഴുതാം. എന്ത് കാരണം 1000 എഴുതി? പോയിൻ്റ് ശേഷം 3 ഡിജിറ്റ് ഇൻറ്റു ഇവിടെ 20 ഉണ്ട്, ഡിവൈഡഡ് ബൈ 3.04നെ 304 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം ഇൻറ്റു 2. ഇനി നോക്കൂ, 304 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 1000. ഇത് ഉൾട്ടാവായിട്ട് എഴുതി മൾട്ടിപ്ലിക്കേഷൻ സിമ്പൽ ഇട്ട് കൊടുക്കണം, ഈ ഡിവിഷൻ. അപ്പോൾ 100 വന്ന് മേലെ വരും, താഴെ 304ഉം ഇൻറ്റു 2ഉം വരും. ഇനി ഇങ്ങനെ ക്യാൻസൽ ചെയ്യുന്നത് നോക്കൂട്ടാ. ഇന്നോടുകൂടി ഡെസിമൽ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ഡൗട്ടൊന്നുമില്ല. ഇത് തന്നെ ഞാൻ ഒരു 5 ടെസ്റ്റ് തരുന്നുണ്ടാവും കേട്ടോ. ഇത് ചെയ്യേണ്ടി വരും നിങ്ങൾ ഡെയിലി ഒരു 5 ക്വസ്റ്റ്യൻസ്. 5 ക്വസ്റ്റ്യൻസ് അല്ല, ഈ പേജ് ഇന്നലെ തന്ന പേജ് തന്നെ ഇന്ന് ചെയ്തോ കേട്ടോ. ഇപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം? അപ്പോൾ ഇന്നിപ്പോൾ 13 ക്വസ്റ്റ്യൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളെ വിടുള്ളൂ. അത് കഴിഞ്ഞിട്ട് 13 ക്വസ്റ്റ്യനും ഇന്ന് വൈകുന്നേരം ടെസ്റ്റ് കേട്ടോ. ശരി, ഈ സൈഫറും ഇതിൽ 2 സൈഫറും ഈ 2 സൈഫറും ക്യാൻസലായി കേട്ടോ. ഇനി 304ഉം 304ഉം ക്യാൻസലായി. 2 വന്ന് 20ൽ 10 ടൈംസ് ഉണ്ട്. ഈ 10ൽ 1 ടൈം ഉണ്ട്. മൊത്തത്തിൽ എത്രയായി നമുക്ക്? 1 × 1 1 ഡിവൈഡ് ബൈ 1 × 1
1/1 ആൻസർ 1. ഇതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ബാക്കി രണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഓപ്ഷൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയില്ലേ. ഇനി ബാക്കി രണ്ട് ഓപ്ഷൻ നമ്മൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. സബ്ട്രാക്ട് ചെയ്യാനാണ്. 8 2.68 മൈനസ് 97.836. ഇതല്ലേ വലുത്, അതാണ് വലിയ നമ്പർ മേലെ എഴുതി കൊടുത്തത് കേട്ടോ. മൈനസ് ചെയ്യുക. 97.836 മൈനസ് 82.68. ഇവിടെ 0 ഉണ്ട്. 0 മൈനസ് ചെയ്താൽ 0. ഇവിടെ 13 3 അല്ല 13 3 8 പോവില്ല. സോ ഇതിന്ന് കടം മേടിക്കുക. ഇവിടെ 7 ആവും, ഇവിടെ 13 ആവും. 13 8 പോയാൽ 5, 7 6 പോയാൽ 1, 7 2 പോയാൽ 5, 9 8 പോയാൽ 1. സോ ആൻസർ 15.156 ഓപ്ഷൻ ബി. ഇത് കിട്ടിയിരുന്നോ കിഷാൻ നോവന്തികയ്ക്കും? അഡീഷനാണ് അടുത്തത്. 4.23 31.79 5.006 7.5. ഇവിടെ 0 + 0 + 6 എന്നുണ്ട്. അപ്പോൾ 6 ആണ് വരിക. 3 + 9 12. 2 ഇട്ടു 1 ഇട്ടു. 1 + 2 3, 3 + 7 10, 10 + 5 15. 1 + 4 5, 5 + 1 6, 6 + 5 11, 11 + 7 18. 48.526 ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. കൺവേർഷൻ ആണ്. 8.125 ഇൻറ്റു ഫ്രാക്ഷൻ. സോ 8.129 എങ്ങനെ എഴുതാം? 8 + 0.125 എന്ന് എഴുതാം. ഫ്രാക്ഷൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ ചെയ്തോളൂ കേട്ടോ. 8 + 0.125. ഇനി 8നെ അല്ല ഈ പറഞ്ഞ 0.125 എങ്ങനെ എഴുതാം? 125 / 1000 എഴുതാം. ശരിയല്ലേ? പറയൂ. ഇനി ഇതിനെ ജസ്റ്റ് ക്യാൻസൽ ചെയ്യാം. 125നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യൂ. ഇതിൽ രണ്ടിൽ കോമൺ ആയിട്ട് ലാസ്റ്റിൽ വെച്ചിട്ട് 5 അല്ലേ വരുന്നത് നോക്കൂ. അപ്പോൾ ഈ രണ്ട് നമ്പറും 5 കൊണ്ട് ഡിവിസിബിൾ ആവും. സോ 5 കൊണ്ട് ഡിവിസിബിൾ ആക്കി കഴിഞ്ഞാൽ 12ൽ 5 2 തവണ ഉണ്ട്. പിന്നെ 25ൽ 5 തവണ ഉണ്ട്. ഇവിടെ 25 വരും. ഇവിടെ 1000ൽ 5 എത്ര തവണ ഉണ്ട്? 10ൽ 2 തവണ ഉണ്ട്. അപ്പോൾ ബാക്കി 2 സൈഫർ ഇവിടെ ഇറക്കിയിട്ട് അതേപോലെ ഇവിടെ എഴുതി കൊടുക്കണം. 200 വന്നു. വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് 25 ഒരു തവണയുണ്ട്. 25ൽ 200ൽ 25 8 തവണയുണ്ട്. സോ 8 1/8 ആണ് ആൻസർ. ഓക്കെ ആണോ? ഏഴ്. രാജു ഡെപ്പോസിറ്റഡ്. ക്വസ്റ്റ്യൻ എഴുതണില്ല, നിങ്ങൾക്ക് അറിയാം. രാജു ഡെപ്പോസിറ്റഡ് 23.25 ഫസ്റ്റ് വീക്ക്. ഫസ്റ്റ് വീക്കിൽ അവൻ അതാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. 27.50 വന്നിട്ട് സെക്കൻഡ് വീക്കിൽ. 30.75 തേർഡ് വീക്കിൽ. ഹി ഹാഡ് ഡെപ്പോസിറ്റഡ്. അതിന് മുന്നിൽ അവൻ ഇതിൻ്റെയൊക്കെ മുന്നിൽ അവൻ 250 രൂപ 60 പൈസ ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ എത്രയാണ് വരിക? ഇതാണ് ചോദ്യം. സോ എല്ലാം കൂടി ആഡ് ചെയ്യാം കേട്ടോ. ചിലവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 23.25 എന്ന് എഴുതാൻ പകരം 23025. പിന്നെ ഇത് ഓർഡറായിട്ട് എഴുതാതെ ഇങ്ങനെയൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇങ്ങനെയാണ് വരുന്നത്. ജസ്റ്റ് ആഡ് ചെയ്യാണ് ഞാൻ. 1 + 6 7 9 9 + 5 14 14 പ്ലസ് 7 21 ഇവിടെ 1 ഇവിടെ 2 5 7 12 ആയി 1 8 10 13 32.10 ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ 2 ആണ് ആൻസർ. ഇപ്പം മനസ്സിലായോ? Eighth question. 1.32 divided by 0.4. ഇതാണ് ക്വസ്റ്റ്യൻ. 1.32 ഡിവൈഡ് ബൈ 0.4. നോക്കൂ, 132നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യം 1ഇല്ലല്ലോ, അപ്പോൾ 13 എടുക്കുക. 13ൽ 4 3 തവണ ഉണ്ട്, 12 വരും. മൈനസ് ചെയ്താൽ 1 12, വീണ്ടും 3 തവണ കഴിഞ്ഞു. 33 ടൈംസ് വരുന്നുണ്ട്. സോ നമ്മളിവിടെ 33 എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്ഥാനം പോയിൻ്റ് വരണ്ടേ. അപ്പോൾ ഞാനിവിടെ അതിന് മുന്നിൽ എന്ത് ചെയ്യണം, ഇവിടെ 0.4 കൊണ്ടല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്ത്. സോ ഇവിടെ മേലെ പോയിൻ്റ് ശേഷം 2 ഡിജിറ്റും ഇവിടെ പോയിൻ്റ് ശേഷം 1 ഡിജിറ്റുമാണ്. മൈനസ് ചെയ്യൂ. 2 - 1 എത്രയാണ്? 1. 1 ഡിജിറ്റ് മാറ്റി നിർത്തിയിട്ട് ആൻസർ ചെയ്താൽ മതി. 3.3 ആണ് ആൻസർ. ഓക്കെ ആണോ? മനസ്സിലാക്കണമെങ്കിൽ ഒന്നും കൂടി ചെയ്യാൻ വേണമെങ്കിൽ എങ്ങനെയെന്ന് വെച്ചാൽ 1.32നെ 132/100 എന്ന് എഴുതുക, ഡിവൈഡ് ബൈ 4/10 എന്ന് എഴുതുക. അപ്പോൾ 132/100 ഇതും ക്യാൻസലായി. ഇനി നെക്സ്റ്റ് 132ൽ 4 വന്നിട്ട് 33 ടൈംസ് ഉണ്ടായിരുന്നു. സോ 33 ഡിവൈഡ് ബൈ 10 അടിച്ചു കൊടുത്താൽ 3.3. ഓക്കെ ആണോ? നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ചെയ്താണ് എളുപ്പ വഴി. പോയിൻ്റ് ശേഷം 2 ഡിജിറ്റ്, പോയിൻ്റ് ശേഷം 1 ഡിജിറ്റ്. അപ്പോൾ 2 - 1 എത്രയാണ്? 1 ആണ് വരിക. അപ്പോൾ പോയിൻ്റ് ശേഷം 1 ഡിജിറ്റ് ഉള്ള പോലെ മാനേജ് ചെയ്ത് ഇട്ടോളൂ കേട്ടോ. നീ ഇത്രയും സ്റ്റെപ്പ് ചെയ്യാൻ സമയം ഒരുപാട് എടുക്കും. അത് മനസ്സിലായില്ലേ? 8th ക്വസ്റ്റ്യൻ 0.5 × 0.5 × 0.5. 5 5s are 25, 25 5s are 125 വരും കേട്ടോ. പോയിൻറ്റിന് ശേഷം 1 2 3 ഡിജിറ്റാണ്. സോ 0.125 ആണ് ആൻസർ. ഓക്കെ. 10th ക്വസ്റ്റ്യൻ 0.220 മൈനസ് 0.202 മൈനസ് ചെയ്യുക. 0 10 ഇവിടെ 1 ആക്കി 10 എന്ന് 2 പോയാൽ 8, 1 അങ്ങനെ തന്നെ എഴുതിക്കോളൂ. കഴിഞ്ഞു. ഇതാണ് ആൻസർ. 11th ക്വസ്റ്റ്യൻ വളരെ എളുപ്പം. 2.05 when changed into a fraction. അപ്പോൾ 2.05നെ എങ്ങനെ എഴുതാം? 2 + 0.05 എന്ന് എഴുതാം. സോ 2 + 0.05നെ ജസ്റ്റ് 5/100 എന്ന് എഴുതാൻ സാധിക്കും അല്ലേ? പോയിൻ്റ് ശേഷം 2 ഡിജിറ്റ് അല്ലേ? 5 താഴെ എന്ത് എഴുതി? 1ൻ്റെ ശേഷം 2 0 എഴുതി കൊടുത്തു. ഇവിടെയും ക്യാൻസൽ ചെയ്താൽ 1/20 വരും. സോ ആൻസർ 2 1/20. ഓപ്ഷൻ 1 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 12 എക്സ്പ്രഷനാണ്. 72 + 48 / 56 അല്ല 5.6 - 3. ഇവിടെ 4.8 ഉണ്ട് കേട്ടോ. ഇവിടെ 3.2 ഉണ്ട്. സോ ആൻസർ 72ന്ന് 4.8നെ മൈനസ് ചെയ്താൽ ഇവിടെ 2 വരും. ഇവിടെ 10 ആക്കുമല്ലോ. ഇവിടെ 1 71 4 പോയാൽ 67. മേലെ 67.20 വരും. താഴെ 5.6 - 3.2 2.4.
അപ്പോൾ 672നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 തവണ 48 വരും. 3 ടൈംസ് ആണെങ്കിലും വരില്ല. 4 ടൈംസ്, 5 ടൈംസ്, 6 ടൈംസ്, 7, 8 ടൈംസ്. 4 8s are 32, ഇവിടെ 3, 2 8s are 16 plus 3 19. കറക്റ്റായി. ആൻസർ വന്നത് 28 എന്നാണ്. അപ്പോൾ നമുക്കിവിടെ പോയിൻ്റ് ശേഷം 2 ഡിജിറ്റ്, ഇവിടെ പോയിൻ്റ് ശേഷം 1 ഡിജിറ്റ്. ഡിവിഷനിലാണ്. അപ്പോൾ 2 - 1 1 ആണ് വരിക. അപ്പോൾ ഇവിടെ ഓക്കെ അല്ലേ ഇത്? ഈ 13ാമത്തെ ക്വസ്റ്റ്യൻ 187 × 98 എന്ന് പറയുന്നതിൻ്റെ ആൻസർ അവർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 18 യെസ് കറക്റ്റ്. സോ ഇവിടെ ഈ നമ്പറും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 98 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് അല്ലേ? ഇനി പോയിൻ്റിൻ്റെ കാര്യം തീരുമാനിക്കണം. നോക്കൂ, നന്നായി ശ്രദ്ധിച്ചോളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എഴുതാം. ഏതെന്ന് വെച്ചാൽ 187 × 98 which is equal to 18326 ആണ് അല്ലേ? ഇതിന് നമ്മൾ ഇങ്ങനെ എഴുതിക്കൂടെ? 98 which is equal to 18326 divided by 187 ഇങ്ങനെ എഴുതിക്കൂടെ? ഇവിടെ മൾട്ടിപ്ലിക്കേഷനിലുള്ള 2 നമ്പർ, ഈ നമ്പർ അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷനായിട്ട്. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 183.26 divided by 18.7 ഇങ്ങനെയാണ് ചോദിച്ചത്. ഈ 2 നമ്പർ തന്നെ തന്നിട്ടുള്ളത് ഇവിടെ. അപ്പോൾ ഇവിടെ എന്തായാലും 98 വരും ആൻസറായിട്ട് അല്ലേ? ഇനി പോയിൻ്റ് കാര്യത്തിൽ തീരുമാനിക്കണം. പോയിൻ്റ് ശേഷം 2 ഡിജിറ്റ്, പോയിൻ്റ് ശേഷം 1 ഡിജിറ്റ്. അപ്പോൾ 2 - 1 1. 9.8 ആണ് ആൻസർ. ഓക്കെ. 13 ക്വസ്റ്റ്യനും ഇന്ന് വൈകുന്നേരം വീണ്ടും ചെയ്തയക്കണം. ഇന്നലെ ചെയ്തതേ അയച്ചു തരരുത്. ഇന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു 10 മിനിറ്റ് മതിയാവും. സ്പീഡാക്കി ചെയ്യും. ഈ മോഡലിൽ ഈ പറയുന്ന 13 ക്വസ്റ്റ്യനിൽ ഒരു മോഡലാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക. ഈ മോഡലോ ഇല്ലെങ്കിൽ നമ്മൾ ഇതാദ്യം ചെയ്തോളൂ. ഇത് ചെയ്തിട്ട് ഫുള്ളും ഒരു ടെസ്റ്റ് തരും ഞാൻ, ഡെസിമലിൻ്റെ മാത്രം കേട്ടോ. അത് മറ്റന്നാൾ ടെസ്റ്റ് തരും. ഓക്കെ അപ്പോൾ ബൈ.